അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഇച്ചാച്ചൻ്റെ സഹോദരന്മാരുടെ മക്കൾ എല്ലാവരും കൂടിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. നിങ്ങൾ ആ മെമൻറ്റോ ശ്രദ്ധിച്ചോ? അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നത് എൻ്റെ ഇച്ചാച്ചൻ്റെ അപ്പനും അമ്മയുമാണ്. അവർക്ക് 12 മക്കളാണുള്ളത്. അതിൽ 11 പേരും മരിച്ചുപോയി. അവർ ഈശോയുടെ സന്നിധിയിലാണ്. ഒരാൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. 6 ആണും 6 പെണ്ണുമാണ്. ഒരു ചിറ്റപ്പനുണ്ട്. ചിറ്റപ്പൻ പക്ഷെ ഞങ്ങളുടെ ഗ്യാതറിങ്ങിൽ വരാൻ പറ്റിയില്ല. ചിറ്റപ്പൻ മക്കളുടെ കൂട്ടത്തിൽ ദുബായിലാണ്. ബാക്കി സൗകര്യമുള്ളവരെല്ലാവരും വന്നു. കുറച്ച് പേർക്കൊക്കെ അസൗകര്യം ഉണ്ടായിരുന്നത് കാരണം വന്നില്ല. ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ കൂടിയത് അടുവാശ്ശേരി അത്താണിക്കടുത്ത് സെൻറ്റ് ആർണോൾഡ് സെൻട്രൽ സ്കൂളിലാണ്. എൻ്റെ ഏറ്റവും മൂത്ത വല്യപ്പൻ്റെ മോൻ ഒരച്ഛനാണ് അവിടെയാണ് ഉള്ളത്. ആ സ്കൂളിനോട് ചേർന്ന് തന്നെ അച്ഛന്മാർക്ക് താമസിക്കാനുള്ള മേടയുണ്ട്. ആ മേടയിൽ 2 അച്ഛന്മാരാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് അതിനോട് ചേർന്നൊരു ചാപ്പലുണ്ട്. അവിടെയാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. ഞങ്ങളുടെ മരിച്ചുപോയ എല്ലാ പൂർവികർക്കും വേണ്ടിയിട്ട് കുർബാന അർപ്പിച്ചു. അതുപോലെ ഓഫീസും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് അച്ഛൻ വല്യപ്പൻ്റെ മോൻ അച്ഛൻ്റെ പേര് ഫാദർ പോൾ ചാക്കോ SVD ആണ്. അച്ഛൻ ഞങ്ങൾക്ക് ഒരച്ഛനെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് അറേഞ്ച് ചെയ്തു തന്നു. ഫാദർ ജേക്കബ് SVD. നല്ല ക്ലാസ് ആയിരുന്നു. 15-20 മിനിറ്റേ ഉള്ളായിരുന്നു എങ്കിലും പക്ഷെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്ന ഒരു ദൃശ്യമാണിത്. ഇവിടെ ആദ്യം എത്തിയതും കൂടുതലുള്ളതും കാരണവന്മാരുള്ള പ്രതിബദ്ധതയും സ്നേഹവുമാണ് അത് കാണിക്കുന്നത്. ഒത്തിരി നന്ദി. അതുപോലെ നമുക്ക് ഈ ഒരു സൗകര്യങ്ങളെല്ലാം ഒരുക്കി തന്ന നമ്മുടെ പോളസിനെ അങ്ങേയറ്റം സ്നേഹത്തോടെ ആദരവോടെ. ഇത് എൻ്റെ ആങ്ങളുടെ മക്കൾ കളിക്കുന്ന ഡാൻസാണ്. വളരെ നല്ലൊരു ഡാൻസ് ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. ഞങ്ങളുടെ അച്ഛനാണ് ദുബായിൽ ഇരിക്കുന്നത്.
ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു ദൃശ്യമാണ്. ചേട്ടത്തിൻ്റെ അനിയത്തിനെയും കൂടി നിങ്ങൾ പറയുന്ന സ്വകാര്യങ്ങളൊക്കെ വല്യപ്പന്മാരുടെ മക്കളും അവരുടെ മക്കളും ഫാമിലി എല്ലാവരും. കാലൊഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീഡിയോ അല്ലേ, ഫോട്ടോ വീഡിയോ ആണ്. ഫോട്ടോ ഞാൻ വീഡിയോ നിർത്തട്ടെ. എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുമ്പോൾ ഒത്തിരി വർത്തമാനമുണ്ടല്ലേ. ഒത്തിരി വർത്തമാനം പറഞ്ഞ് നമ്മൾക്ക് രസിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. ഞങ്ങൾക്കെല്ലാവർക്കും അച്ഛൻ മെമൻറ്റോ തരികയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഓർമ്മയ്ക്കായിട്ട് മെമൻറ്റോ വന്നവർക്കെല്ലാവർക്കും അച്ഛൻ വിതരണം ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു സെക്കൻഡ്
അച്ഛന് അതുപോലെ തന്നെ വളരെ എന്താ പറയുക രുചികരമായ ആഹാരം. അതുകൊണ്ട് തന്നെ ആഹാരം കളന്ന് പെട്ടെന്ന് തീർന്നു അല്ലേ? ഞാനോട് ആള് കുറഞ്ഞല്ലോ, ആള് കുറഞ്ഞു പോയല്ലോ, അച്ഛൻ്റെ ആഹാരം കളഞ്ഞത് ഒന്നും ഉണ്ടായില്ല. എല്ലാവർക്കും മീറ്റിംഗ് ആണ്. അവസാനമായി നന്ദി പറയുകയാണ് അച്ഛനും അതുപോലെ ഇതിനെല്ലാം നേതൃത്വം നൽകിയ ചേട്ടനും എല്ലാവർക്കും നന്ദി പറയുകയാണ്. സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ കോളേജിലാണ്. അച്ഛൻ്റെ ഒരു വിനയഭാവം നമുക്ക് മാതൃകയാക്കേണ്ടതാണ്. ഗാന്ധിജി പറയുന്നത് പോലെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പോലെ തുറന്നൊരു പുസ്തകം പോലെ സ്വന്തം ജീവിതം ഇങ്ങനെ ഒരു എളിമയുടെ അധ്യായമായി കണ്ടുകൊണ്ട് അതും കേർട്ടസിയുടെ കാര്യത്തിൽ നമ്മൾ വന്നപ്പോൾ ഉണ്ടായ ഒരു സ്വീകരണമൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു. നമ്മൾ എന്തോ ഒരു എളിമയിലൂടെ ഒരു നമ്മുടെ അടുത്ത് വന്ന് വിളിച്ചിട്ടുണ്ടായി, സ്വന്തം പോലെ കൊണ്ടുപോയി നമ്മളെ ചേർത്തിരുത്തി മാതാവിൻ്റെ നല്ലൊരു ഗ്രോട്ടോ പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു അന്തരീക്ഷമാണ്. ഇതാണ് അച്ഛൻ്റെ മേട. ഇവിടെയാണ് ഞങ്ങൾ നല്ല സൗകര്യമുണ്ട്. ഇവിടെയാണ് ഞങ്ങളെല്ലാവരും കൂടി ഇതിനോട് ചേർന്ന് തന്നെ എൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചാപ്പലുണ്ട്. വൈകുന്നേരം പോരാ നേരം ചായ കുടിക്കുന്ന ഒരു ദൃശ്യമാണ്. കുറച്ച് ഫോട്ടോസ് അതും കൂടി ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.